അല്ല ചങ്ങായി ഒരേ മൊബൈൽ നോക്കി തന്നെ കണ്ടുകൊണ്ടാ തിന്നായിട്ടാ കൊറച്ച് മീനതാ രാത്രിക്ക് മീനും മനസ്സിട്ടാവുന്നതിന് എന്നാ മീൻ കിട്ടി മീൻ മാന്തിയാണ് എനിക്ക് ചോദിക്കും ഇപ്പന്നെ വെക്കപ്പോ അവരെ കറിയൊന്നും ചെയ്യല്ല ഞാൻ പറ്റിച്ചു വെച്ചോ കുളിച്ചിട്ടല്ല എന്നാ പിന്നെ വേഗം എടാ ആരെല്ലാം തിന്നു തീർക്കലടാ വെക്കുമ്പോ തന്നെ തക്കാളി നോക്കാണ് തേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേണ്ട എപ്പില്ല പണിയാണ് മീൻ കണ്ടാല് രാത്രിക്ക് മേടിച്ചിട്ട് വരും അല്ല എനക്കും മീൻ വേണം അത് വേറെ കാര്യം കണ്ടാലോ ഈ സൈക്കിളിനെ നീ ഇങ്ങനെ വെച്ച് ഞാൻ മുറിക്കാൻ കൊടുക്കണ വേണം തോല് വിളിച്ചാ വേണ്ട വേണ്ട ഇത് വലിപ്പം നോക്കറ ഇത് പൊളിക്കാൻ എളുപ്പല്ലേ ഇത് ചീഞ്ഞിട്ടൊന്നുമില്ല അതുകൊണ്ട് കുട്ടനേ ഇല്ല ചീഞ്ഞാലോ പൊളിക്കാൻ പൂച്ച തന്നെ ചുറ്റുപറ്റി മാന്തൊന്നുമില്ല അതിന്റെ എണ്ണ കൊടുക്കാൻ കഴിഞ്ഞു അത്രയിരിക്കും എന്നാക്കുന്നു വെക്കും വേറെ ഒന്നും ആക്കൂല പൊരിച്ചാലോ വേറെ എന്നാ അറിയിച്ചു വള്ളരിക്കോല നല്ല അടിപൊളിയല്ലേ ചൂട് സമയത്ത് നല്ല വെള്ളരിക്കോലൻ വെള്ളരിക്ക പുളിശ്ശേരി നല്ലല്ലേ നല്ലത് നിങ്ങളുടെ ചെറിയ ഒന്ന് തൊട്ട് കൂട്ടാലോ അല്ലേ കൈകഴുകിയപ്പോ മണത്ത് പൊട്ടും കയ്യോട്ട് ഓർമ്മയില്ല ഇതിലെപ്പം കാണ്ടിലൊരു കലയെ വാങ്ങും മാന്ത ഇടക്കിടക്കല്ലേ കുഞ്ഞു മാന്ത വാങ്ങല്ലേ മാന്തേനെ പോലെയല്ലല്ലോ വലിയ ആടെ ഇരിക്കുന്ന കൈ തുള്ളി പിടിക്കണ്ട ഓ നച്ച തോന്നിട്ടുണ്ടേ കുറുമ്പ് വരുന്നുണ്ടേ ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് അവളെ സന്തോഷം ഇന്ന് തോല് തിന്നണേ ഇങ്ങോട്ടിട്ടോട്ടെ അത് തിന്നൂല അധികം നമ്മളെ പോലെ പൊട്ടം മറന്നല്ല പൂച്ച പോയാ ഇല്ല ഇല്ല എടുത്ത് പോയിട്ടൊന്നുമില്ല അതെയാ എത്ര സമയം നിങ്ങളെ വിചാരം സമയത്തായി 8 മണി കഴിഞ്ഞു ആയിക്കോട്ടല്ലേ സീരിയൽ തുടങ്ങലേ ആയിക്കോട്ടെ പോയിക്കോട്ടെ എന്നാ പിന്നെ തോലൊന്ന് പൊളിക്കട്ടെ ഇവളെന്നാ കളിക്കുന്ന ഇത് പിടിച്ചിട്ട് കാണുന്നില്ലേ എന്തോ ഒരു ട്രിക്ക് ഉണ്ട് ഇത് പിടിക്കാൻ ട്രിക്ക് അറിയുന്ന ഓരോന്നും ട്രിക്ക് പറഞ്ഞു കൊടുക്കണം അല്ലേ അതൊക്കെ ഇതിന്റെ തോല് പൊളിക്കാൻ മേലെ ചെറുങ്ങനെ കട്ട് ചെയ്യണേ സാധനം വെണ്ണീരെടുത്തിട്ടുണ്ട് കിട്ടുന്നില്ല അതിന്റെ ഏച്ച ഇത് ഇടണേ വരയിടറാ എന്നാ വേഗം വിളിച്ചോ കിട്ടൂലേ നീ മറ്റേ കത്തി എടുത്തിട്ട് വരയിട് ആ ലൈൻ തോട് ഇങ്ങനെയൊന്നല്ല ഇങ്ങനെ പറയല്ല പിന്നെ എങ്ങനെയാന്ന് മേലെ പിടിച്ചിട്ട് മതി മതി പോയാ അങ്ങോട്ട് പച്ചല്ലേ വേണ മതി മോളൊന്നും കേട്ടാ തിന്നോ തിന്നണേ ഒന്നെടുത്തന്നെ അമ്മ കൊടുത്തുവാ
ഞായറാഴ്ച ദൈവതേനെ ഇങ്ങനത്തെ ഒന്നും മേടിച്ചിട്ട് വരില്ല. എന്റെ കൈ നഖം പോയി. പോയാ അങ്ങോട്ട് സന്ധ്യക്ക് പോകുമ്പേ ഞാൻ വിചാരിച്ചു മീനും കെട്ടിട്ടേ വരുള്ളൂ. അമ്മേനെ വാഴ വെച്ചോ പോയെ അമ്മക്ക് ആകെ ദേഷ്യം വന്ന് തല്ലി. പിന്നെ നമ്മള് സ്കൂളിൽ നാളെ പഠനോത്സവമാണ്. പഠനോത്സവ നാളെയാ? ഞാൻ കക്കിരിക്കനെ കുറിച്ച് പറയുന്നുണ്ട്. കക്കിരിക്കനെ കുറിച്ച്, പിന്നെ ഗണിതം, പിന്നെ ഡാൻസ്. അപ്പുറത്തെ സൈഡ് വേഗം വിളിക്കാൻ കിട്ടുന്നുണ്ടല്ലേ? അച്ചൊരു കടങ്ങാതെ വയ്ക്കുന്നുണ്ടെന്നാണ് എന്നാണ് പറഞ്ഞേ. കിണറാന്നല്ലേ? ഓ അങ്ങനെ രക്ഷപ്പെട്ടു. തോല് പൊളിച്ചു. ആ ഇനി 1-2 കൂടി ഉണ്ട്. മോളെ എനക്ക് തട്ടിപ്പ് മനസ്സിലായി. ഇങ്ങനെ പരന്ന മീന് കാണുമ്പോ പറയാവും. അമ്മ ആടാകുമ്പോ പൂച്ച എന്നൊന്നും തൊട്ടേക്കല്ല. അച്ഛാ ചില സമയത്ത് പൂച്ചേന്റെ കണ്ണിങ്ങനെ ലൈറ്റ് പോലെ ഉണ്ടാവും. അത് ഇരുട്ടത്തല്ലാണ് അല്ലേ? ഇപ്പൊ ഇരുട്ടല്ലേ? ഇപ്പൊ ഇരുട്ട് അവിടെ നമ്മ ലൈറ്റ് ഇട്ടിട്ട് അതുകൊണ്ടല്ലേ. ലൈറ്റ് ഓഫ് ആക്കി അങ്ങ് തടങ്ങും. കണ്ണോളെ ഒപ്പിതാ രണ്ട് നല്ല വൃത്തിയൊന്ന് കഴുകട്ടെ ഉപ്പിട്ടിട്ട്. വരക്ക് കല്ലുപ്പായിക്കണല്ലേ? അപ്പൊ നമ്മുടെ മീൻ നല്ല വൃത്തി ക്ലീൻ ചെയ്ത് ഉടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ. അപ്പോൾ നമ്മുടെ കറിവേപ്പില കുറച്ച്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയെ ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ജാറിലേക്ക് ഇട്ട് നല്ല ഒറ്റക്കറക്ക അല്ലേ? ഒറ്റക്കറക്കം ഒന്ന് ചതച്ചെടുക്കുക. അപ്പൊ ഇനി നമുക്ക് മീൻ കറി തയ്യാറാക്കാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കും. ഇവിടെ വെളിച്ചെണ്ണ ഒഴിക്കൂല. മതിയായ അതിൽ ഇതെല്ലാം ആക്കണ്ടേ? വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇനി നമുക്ക് പൊടികൾ ചേർക്കാൻ. ആദ്യം നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർക്കാം, കാശ്മീരി, സാദാ മുളക് പൊടി കുറച്ചധികം കിട്ടും, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയെ ലേശം ഇച്ചിരി, തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മസാലയിലെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വാളംപുളി ഒഴിക്കുന്നുണ്ട്. മസാല ഇരുന്ന് ശരിക്കും കേട്ടെ. ആ പുളിയിൽ മസാല ഒന്നും ഇതാവട്ടെ അല്ലേ? ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. കുറച്ചുകൂടെ മതി മതി. മസാല ഒന്നും
പാകത്തിന് ഉപ്പ് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ മസാല തിളക്കലായിട്ടുണ്ട്. ഇനി നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ച നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. മസാല ഒന്ന് മുക്കി ഈ മസാല കിടന്നിട്ട് ഒന്ന് വേവട്ടെ. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലേ ഇനി വേഗം പോകുന്ന മീനാണ്. വേവട്ടെ. ഇനി കുറച്ചൊന്ന് എടുത്തിട്ട് ഒന്ന് പെരക്കേ. മീൻകറി കാണുമ്പോൾ കൊതിയാവുന്നു. പൊട്ടിക്കല്ല ചാറി ചാറൊന്നുമില്ല, വെറ്റിച്ചതാണ്. മാധവിന്റെ ടേസ്റ്റ് പിന്നെ പറയാനുണ്ടാവില്ല, നല്ല ടേസ്റ്റ് ആയി. നല്ല ചൂട്. ചൂട് പൊളിക്കാൻ കഴിയില്ല. ഒരു സൂപ്പർ ടേസ്റ്റ് ആണ്, ഒന്നും പറയാനില്ല. എന്നാ ഞാൻ കഴിക്കട്ടെ.